നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അങ്ങനെ SIRന് ഇന്നലെ തുടക്കമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. വലിയ എതിർപ്പുകൾക്കിടെ അനായാസം ലളിതമായി ഇതിന് തുടക്കമായി. ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രതീക്ഷിച്ചിരുന്ന ബംഗാളിൽ തന്നെ 16 ലക്ഷം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യാനായി എന്നതാണ് ഇതിൻ്റെ നേട്ടം. 80,000 BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്, ബൂത്ത് തല ഉദ്യോഗസ്ഥന്മാർ ബംഗാളിൽ മാത്രം രംഗത്തിറങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ MK സ്റ്റാലിനും ബംഗാളിൽ മമതയും സുപ്രീം കോടതിയെ സമീപിക്കും SIR നടപ്പാക്കുന്നതിനെതിരെ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ശരി, നമുക്ക് SIRൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്നലെ ബംഗാളിൽ കൊൽക്കട്ടയിൽ, ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കട്ടയിൽ പടുകൂറ്റൻ റാലി നടത്തിയാണ് മമതാ ബാനർജി SIRനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. അതായത് ബംഗാളിലെ കൊൽക്കട്ടയിലെ ധർമ്മതല മുതൽ ടാഗോറിൻ്റെ അനശ്വരനായ ഇന്ത്യയുടെ കവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കുടുംബ വീട് സ്ഥിതി ചെയ്യുന്ന ജൊരാസാങ്കോ വരെ ആണ് ആ റാലി മമത നേരിട്ട് നടത്തിയത്. മമതയുടെ അനന്തരവനും തൃണമൂലിൻ്റെ ഭാവി നേതാവുമായ അഭിഷേക് ബാനർജിയും അതിൽ പങ്കെടുത്തു. ആയിരക്കണക്കിന് തൃണമൂൽ പ്രവർത്തകരും അതിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാർ 2 കോടി വോട്ടർമാരെ SIRലൂടെ ബംഗാളിൽ നിന്ന് പുറത്താക്കാനാണ്, അവരുടെ വോട്ടവകാശം നിഷേധിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ആസൂത്രിതമായ ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ടെന്നും ഒക്കെയാണ് മമത ആരോപിക്കുന്നത്. ഈ പുറത്താക്കുന്ന 2 കോടി വോട്ടർമാരെ തടങ്കൽ പാളയത്തിലേക്ക് എത്തിക്കുമെന്നും പിന്നീട് അവരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുമെന്നൊക്കെയാണ് മമത വിളിച്ചു കൂവിയത്. എന്തായാലും അതിന് നല്ല മറുപടിയുമായിട്ട് BJPയുടെ ബംഗാളിലെ കരുത്തുറ്റ നേതാവ് സുവേന്ദു അധികാരി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം മമതയ്ക്ക് ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആൾക്കാരെ കൊണ്ട് ഇനി വോട്ട് ജയിക്കാൻ സാധിക്കില്ല, ആ കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം പനിഹത്തി മണ്ഡലത്തിൽ 2 കിലോമീറ്റർ നീളത്തിൽ ഒരു വലിയ റാലി അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്ന് മാത്രമല്ല, റാലിക്കൊടുവിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഒരു കാരണവശാലും SIRനെ തടയാൻ അനുവദിക്കില്ല. ഈ SIRുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നേരിടാൻ, കൈകാര്യം ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസ്സുകാർ കായികമായി ഉപദ്രവിക്കാൻ രംഗത്തെത്തിയാൽ അവർക്ക് ചുട്ട മറുപടി BJP പ്രവർത്തകർ നൽകും. ഒരു കാരണവശാലും അവരെ ആക്രമിക്കാൻ തൃണമൂലുകാരെ അനുവദിക്കില്ല. അങ്ങനെ ചെയ്താൽ തൃണമൂലുകാർ വിവരമറിയും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ബംഗാളിൽ മമതാ സർക്കാർ ഒരു കാരണവശാലും സത്യസന്ധമായി സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പരിശ്രമം നടത്തില്ല എന്ന് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ മമത എന്തും ചെയ്യും എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വെല്ലുവിളികളെല്ലാം നേരിടാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ഭരണഘടനാ സ്ഥാപനം എന്ന കരുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. മാത്രമല്ല, സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, രാജ്യം മുഴുവനും SIR നടപ്പാക്കണം. മമത പറയുന്നത് 2002 SIR നടപ്പാക്കി. അന്ന് 2 വർഷത്തോളം എടുത്താണ് ബംഗാളിൽ SIR നടപ്പാക്കിയത്. ഇനി അതുകൊണ്ട് ഇവിടെ ഒരു SIRൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, 1 മാസം കൊണ്ട് എങ്ങനെയാണ് ഈ SIR നടപ്പാക്കുന്നത് എന്നൊക്കെയാണ് മമത ചോദിക്കുന്നത്. കാലം മാറിയതും സാങ്കേതിക വിദ്യ വളർന്നതും ഒന്നും മമതയ്ക്ക് അറിയില്ലെന്ന് തോന്നുന്നു. 2002 ആധാർ കാർഡില്ല. 2002 വോട്ടർമാരുടെ ഈ വിവരങ്ങൾ, ബയോമെട്രിക് വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമില്ലായിരുന്നു. ഇപ്പോഴതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ വിവരങ്ങളെല്ലാം ഉണ്ട്. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നമുക്ക് പരിശോധിച്ച് നിർണ്ണയിക്കാവുന്നതേ ഉള്ളൂ. ഈ മാറ്റം മനസ്സിലാക്കാതെയാണോ മമത ഇതൊക്കെ പറയുന്നത് എന്ന് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. എന്തായാലും സ്റ്റാലിനും, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും മമതയുടെ അതേ വഴിക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്റ്റാലിൻ സുപ്രീം കോടതിയെ സമീപിക്കും. ഇത് NCR, നമ്മുടെ ഈ പറയുന്നത് പോലെ NRCയുടെ മറ്റൊരു പതിപ്പാണ് SIR എന്നാണ് സ്റ്റാലിൻ ആരോപിക്കുന്നത്. NRC നടപ്പാക്കാനായിട്ടുള്ളൊരു വളഞ്ഞ വഴിയാണ് ഈ SIR എന്നും സ്റ്റാലിൻ ആരോപിക്കുന്നു. ഇതിനെതിരെ ശക്തമായ
നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും, സുപ്രീം കോടതിയെ സമീപിക്കും എന്നൊക്കെയാണ് സ്റ്റാലിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ SIRുമായിട്ട് മുന്നോട്ട് പോകാൻ ബീഹാറിലെ SIR നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ മുന്നണി മഹാസഖ്യം സുപ്രീം കോടതിയിൽ പോയിരുന്നതാണ്. അന്ന് സുപ്രീം കോടതി ആ ഹർജി തീർപ്പാക്കിയതാണ്. രാജ്യം മുഴുവനും SIR നടപ്പാക്കണം, അക്കാര്യത്തിൽ ഒരു അമാന്തവും വരുത്തരുത് എന്നാണ്. എന്തായാലും 51 കോടി വോട്ടർമാരുടെ വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് അത് 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഈ 51 കോടി വോട്ടർമാരുടെ വിവരങ്ങൾ, ആധികാരികമായ വിവരങ്ങൾ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങൾ SIRലൂടെ ചെയ്യുന്നത്. അത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും. ഈ ഡിസംബറിൽ തന്നെ കരട് പുറത്തു വരും. ആ കരടിന്മേൽ പരാതി കൊടുക്കാനുള്ള സമയമുണ്ട്. ഏതാണ്ട് 1.5 മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. ഫെബ്രുവരി ആദ്യ വാരത്തിൽ, ഫെബ്രുവരി 10-ാം തീയതിക്ക് മുമ്പ് തന്നെ ഒറിജിനൽ വോട്ടർ പട്ടിക, ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കേരളത്തിലാകട്ടെ എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു കുറച്ചുകൂടി സമാധാനപരമായ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഒരു സർവകക്ഷി ഓൺലൈൻ യോഗം വിളിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ SIR നടപ്പാക്കുന്നതിനെതിരെ BJP ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനെതിരാണ്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഇത് ഒരു കാരണവശാലും നടപ്പാക്കരുത് എന്നാണ്. നിയമസഭ കൂടി ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ ചെന്നെത്തി നിൽക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം BJP ഒഴിച്ച് മറ്റൊരു കക്ഷിയും ഇതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ എന്തോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തുചാടി സ്റ്റാലിനെയോ മമതയോ പോലെ വലിയ റാലി നടത്താനോ സുപ്രീം കോടതിയെ സമീപിക്കാനോ ഒന്നും തുനിഞ്ഞിട്ടില്ല. പകരം ഒരു സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു. ആ യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കാം എന്നാണ്. അതേസമയം തമിഴ്നാട്ടിലും ബംഗാളിലുമൊന്നും അങ്ങനെയല്ല. ബംഗാളിൽ മമത അതിരൂക്ഷമായ എതിർപ്പുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ആസാമിലും ത്രിപുരയിലും SIR നടപ്പാക്കുന്നില്ല എന്ന ചോദ്യമാണ് മമത ഉയർത്തുന്നത്. അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. SIR അവിടെ നടപ്പാക്കുന്നത് എങ്ങനെയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം NPRുമായിട്ട്, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വലിയ നിയമ വിഷയങ്ങളുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കോടതി കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സാധാരണ നിലയ്ക്കുള്ള SIR അല്ല, കുറെ കൂടി കുറ്റമറ്റ രീതിയിൽ, കുറെ കൂടി പഴുതടച്ച രീതിയിൽ ഈ കോടതിയിൽ കേസ് തുടരുന്നതിനാൽ അതിനൊന്നും കുഴപ്പം വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ച് സ്റ്റേ വരാത്ത രീതിയിൽ, SIRന് സ്റ്റേ വരാത്ത രീതിയിൽ SIR നടപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും മമതയ്ക്ക് ഇതൊന്നും ബോധ്യമില്ല. മമത വളരെ കൃത്യമായിട്ട് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തന്നെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. BJPയും അത്തരത്തിലുള്ള ആരോപണം ശക്തമായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം SIRന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കോൺഗ്രസിൻ്റെ യുവ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് അതിൽ അറിയാം.